പോത്തൻകോട് സുധീഷ് കൊലക്കേസിൽ 11 പ്രതികളും കുറ്റക്കാരെന്ന് കണ്ടെത്തി വളരെ പ്രധാനപ്പെട്ട ഒരു ശിക്ഷാവിധിയാണ് നാളെ വരാൻ പോകുന്നത്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായുണ്ട്. ഹരിതൻ, പോത്തൻകോട് സുധീഷ് കൊലക്കേസിൽ 11 പ്രതികളും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? നാളെ ശിക്ഷാവിധി വരാനിരിക്കുകയാണല്ലോ. രതീഷ്, തിരുവനന്തപുരം പോത്തൻകോട് സുധീഷ് വധക്കേസിലാണ് കോടതി ഇപ്പോൾ വിധി പറഞ്ഞത്. ഈ കേസിലെ 11 പ്രതികളും കുറ്റക്കാരാണെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. നെടുമങ്ങാട് SC കോടതിയാണ് വിധി പറഞ്ഞത്. ഈ കേസിൽ 1-ാം പ്രതി സുധീഷാണ്, 2-ാം പ്രതി ശ്യാം, 3-ാം പ്രതി ഗുണ്ടാ നേതാവായ ഒട്ടകം രാജേഷ്, 4-ാം പ്രതി നിതീഷ്, നന്ദീഷ്, രഞ്ജിത്ത്, ശ്രീനാഥ്, സൂരജ്, അരുൺ, ജിഷ്ണു, സജിൻ, ഈ 11 പേരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. 2021 ഡിസംബർ 11-നായിരുന്നു ഈ കൊലപാതകം നടന്നത്. അന്ന് കേരളം ഞെട്ടിയ ദൃശ്യങ്ങളാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത്. ഈ നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ സുധീഷിനെ ഒളിസങ്കേതത്തിൽ വെച്ചാണ് ഈ 11 പ്രതികളും ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തിയത്. അതിനുശേഷം സുധീഷിന്റെ കാൽ വെട്ടിയെടുത്ത് ബൈക്കിൽ അത് പ്രദർശിപ്പിച്ചുകൊണ്ട് റോഡിൽ കൊണ്ടിട്ട ദൃശ്യങ്ങൾ കേരളം ഞെട്ടലോടെയാണ് കണ്ടത്. ഗുണ്ടാ കുടിപ്പകയായിരുന്നു ഈ കൊലപാതകത്തിന്റെ കാരണം. ഈ കേസിന്റെ വിചാരണ നടക്കുന്ന വേളയിൽ പ്രതികൾ സാക്ഷികളെ ഭീഷണിപ്പെടുത്താനൊക്കെ, ഗുണ്ടാ സംഘങ്ങൾ വന്ന് സാക്ഷികളെ ഭീഷണിപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്ന കാഴ്ചയും ഉണ്ടായിരുന്നു. അതിനെയൊക്കെ അത്തരം ഗുണ്ടാ സംഘങ്ങളുടെ നടപടികളൊക്കെ അതിജീവിച്ചാണ് ഈ കേസിന്റെ വിചാരണ പൂർത്തിയാക്കിയത്. അതായത് എത്ര സാക്ഷികളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിലും അനന്തൻ തന്നെ പറഞ്ഞതുപോലെ കേരളം മുഴുവൻ കണ്ടൊരു കാഴ്ചയാണ് അല്ലെ. ഒരു മനുഷ്യജീവിയുടെ ജീവൻ എടുത്തതിന് ശേഷം കാൽ വെട്ടിയെടുത്ത് അത് അന്തരീക്ഷത്തിൽ ചുഴറ്റിക്കൊണ്ട് ബൈക്കിൽ 3 പേർ സഞ്ചരിച്ചു പോവുകയാണ്. ആ ദൃശ്യമായിരുന്നു ഈ കൊലപാതകത്തിന്റെ വ്യാപ്തിയും ഞെട്ടലും ഒക്കെ കേരളീയ സമൂഹത്തിൽ വർദ്ധിപ്പിച്ചത്. എന്ന മട്ടിൽ കാല് എറിയുകയാണ്. കയ്യിലുണ്ടായിരുന്ന വെട്ടിയെടുത്ത കാൽ എറിയുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത്. അത് കണ്ടില്ല എന്ന് അടിക്കാൻ കോടതിക്ക് കഴിയില്ലല്ലോ. തീർച്ചയായിട്ടും വലിയ ഞെട്ടലുണ്ടാക്കിയ ദൃശ്യങ്ങളായിരുന്നു. മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയെ ആകെ ആശങ്കപ്പെടുത്തിയ ഒരു കൊലപാതകം കൂടിയായിരുന്നു. അത്രത്തോളം ഗുണ്ടാ സംഘങ്ങൾ വിളയാടുന്നു ഈ ജില്ലയിൽ, തലസ്ഥാന ജില്ലയിൽ എന്നൊക്കെ സർക്കാരുമൊക്കെ പഴികേട്ട ഒരു കൊലപാതകം കൂടിയായിരുന്നു. ആ കേസിലാണ് ഇപ്പോൾ 11 പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. മാത്രമല്ല, ഈ കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ തമിഴ്നാട്ടിലടക്കം അന്വേഷണമൊക്കെ നടത്തിയതിനു ശേഷം ആണ് പല ഭാഗത്തു നിന്നാണ് ഈ പ്രതികളെയൊക്കെ പിടികൂടിയത്. ആ കേസിലെ മുഴുവൻ പ്രതികളെയും പിടികൂടാൻ അന്ന് പോലീസിന് കഴിഞ്ഞതും അന്വേഷണത്തിൽ നേട്ടമായി. ഏതായാലും ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. മധു. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. പോത്തൻകോട് സുധീഷ് കൊലപാതക കേസിലാണ് 11 പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. നാളെയാണ് ശിക്ഷാവിധി.